കൊൽക്കത്തയിൽ നടക്കുന്ന CPIM സംഘടനാ പ്ലീനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്ന സംഘടന പ്രമേയം അവതരിപ്പിക്കും. പ്രമേയ അവതരണത്തിന് ശേഷം റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി M. സന്തോഷ് കൊൽക്കത്തയിൽ ചേരുന്നുണ്ട്. സന്തോഷ്, സൗമ്യ, ഇന്നലെ വൈകുന്നേരം അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിലെ പ്രധാന സാരാംശങ്ങളും അതോടൊപ്പം തന്നെ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സംഘടനാ പ്രമേയം. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് സംഘടനാ പ്രമേയം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സംഘടനാ പ്രമേയത്തിലെ പ്രധാന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഘടനാ പ്രമേയം തയ്യാറാക്കിയിട്ടുള്ളത്. സംഘടനാ പ്രമേയത്തിന്റെ അവതരണത്തിന് ശേഷം പ്രതിനിധികൾ ഇതിൽ സംഘടനാ റിപ്പോർട്ടിലും സംഘടനാ പ്രമേയത്തിന് മേലുമുള്ള ചർച്ച ആരംഭിക്കും. ഈ പാർട്ടി പ്ലീനത്തിന്റെ മർമ്മപ്രധാനമായ നടപടിക്രമങ്ങളിൽ ഒന്നാണ് റിപ്പോർട്ടിന്മേലുള്ള ചർച്ച. കാരണം ഈ സംഘടനാ റിപ്പോർട്ടും സംഘടനാ പ്രമേയവും പ്രതിപാദിക്കുന്നത് പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ സംഘടനാ പ്രവർത്തനത്തിൽ സംഭവിച്ച പോരായ്മകളും അതോടൊപ്പം തന്നെ പുതിയ ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിനിധികളുടെ ചർച്ചയിൽ നിന്നും ഉയർന്നു വരുന്ന പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെയേറെ സഹായകമാകും. പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഈ ചർച്ചയിലൂടെ ഉയർത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ അവസാനം പ്ലീനം അവസാനിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതെല്ലാം തന്നെയും നിലവിലെ വർഗീയ രാഷ്ട്രീയത്തെയും നവ ഉദാരവൽക്കരണ രാഷ്ട്രീയത്തെയും നേരിടാൻ പാർട്ടിക്ക് ശക്തി നൽകും എന്ന് കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ നിർണായകമാണ് ഈ ചർച്ച. പ്രധാനമായും പാർട്ടി പരിശോധിക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകളാണ്, സംഘടനാ രംഗത്തുണ്ടായിട്ടുള്ള പോരായ്മകളാണ്. പാർട്ടി അംഗങ്ങൾ അവരുടെ കടമകൾ യഥാസമയം നിർവഹിച്ചിട്ടുണ്ടോ, പാർട്ടി കമ്മിറ്റികൾ അവരുടെ കടമകളും ചുമതലകളും നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. ഏതൊക്കെ തരത്തിൽ പാർട്ടി അംഗങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ, മേൽഘടകങ്ങൾ നൽകുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ കീഴ്ഘടകങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനാപരമായ മുഴുവൻ വിഷയങ്ങളും മുടിനാരിഴകി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും പ്ലീനത്തിൽ ഉണ്ടാവുക. ഈ ചർച്ചയ്ക്ക് ശേഷം ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കും പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുക. പ്രത്യേകിച്ചും 1978 സാൽക്കിയ പ്ലീനം കഴിഞ്ഞ് 37 വർഷത്തിന് ശേഷം ചേരുന്ന കൊൽക്കത്ത പ്ലീനത്തിൽ ഈ പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മാറിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഉയർന്നു വന്നേക്കും. പ്രത്യേകിച്ചും പാർട്ടിയുടെ ഈ സംഘടനാ റിപ്പോർട്ടിലും പ്രമേയത്തിലും സ്വയം വിമർശനാത്മകമായ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് തൊഴിലാളി വിഭാഗങ്ങളെ കൂടുതൽ ഒപ്പം നിർത്താൻ കഴിയുന്നില്ല. തൊഴിലാളി വിഭാഗങ്ങൾ പാർട്ടിക്ക് ഒപ്പം നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ആഘാതം എന്നുള്ള രീതിയിൽ കാർഷിക സമൂഹത്തിലും മധ്യവർഗ സമൂഹത്തിലും തൊഴിലാളികളുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും എല്ലാം സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ചിലർ വിട്ടുപോയി എന്നുള്ള സ്വയം വിമർശനവുമുണ്ട്. അങ്ങനെ ഈ വിഭാഗങ്ങളെ പാർട്ടിക്ക് ഒപ്പം നിർത്താൻ ആവശ്യമായിട്ടുള്ള സംഘടനാപരമായ ശക്തി കൈവരിക്കുകയാണ് പ്ലീനത്തിന്റെ ലക്ഷ്യം. സാൽക്കിയ പ്ലീനം 78 ചേരുകയും അതിനുശേഷം സംഘടനക്കുണ്ടായ കുതിപ്പ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലും ആ ഒരു ആത്മവിശ്വാസത്തിലുമാണ് കൊൽക്കത്ത പ്ലീനം ചേരുന്നത്. 1978 പ്ലീനത്തിന് ശേഷം പാർട്ടി രാജ്യത്ത് പല സ്ഥലങ്ങളിലും വേരുറപ്പിക്കുകയും ഈ പ്ലീനം കഴിഞ്ഞ് ഉടനെ നടന്ന കേരള തിരഞ്ഞെടുപ്പിൽ EK നായനാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ ചെയ്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പശ്ചിമ ബംഗാളിലും ത്രിപുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പാർട്ടി ശക്തിപ്പെട്ട സാഹചര്യം നിലവിലുണ്ട്. നിലവിലെ ദേശീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ശക്തി ക്ഷയിച്ചു എന്നുള്ള സ്വയം വിമർശനം പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാനങ്ങൾ അതിൽ കൂടുതൽ ശക്തമാക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സാന്നിധ്യം കുറവുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടി കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നതിനാവശ്യമായ സംഘടനാപരമായ സുപ്രധാനമായ ചർച്ചകൾ പ്ലീനത്തിൽ ഉണ്ടാകും. സൗമ്യ, M. സന്തോഷാണ് കൊൽക്കത്തയിൽ നിന്നും.